ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. രാവണനും വിഭീഷണനും തമ്മിലുള്ള സംഭാഷണ രംഗത്താണ് നാം ഇപ്പോൾ ഉള്ളത്. സഹോദരനായ വിഭീഷണൻ രാവണനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തെറ്റായ സങ്കല്പങ്ങളിൽ മനസ്സുറഞ്ഞുപോയ രാവണൻ്റെ മനസ്സിലേക്ക് നല്ല വാക്കുകളൊന്നും കടന്ന് ചെല്ലുന്നില്ല. നന്നല്ല സജ്ജനത്തോടു വൈരം വൃഥാ തന്വങ്കി തന്നെ കൊടുക്കമടിയാതെ നഷ്ടമതികളായിടും അമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്ക നീ. കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം കളയാതെ നൽക വൈദേഹിയേ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുൾപ്പൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപ്പാടു നാടും നഗരവും സേനയും തൽ പ്രാണനും നശിച്ചിടുമരക്ഷണൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം തന്നെ ദുർനയം കൊണ്ടു വരുന്നതു ഇന്നു നാം ആളല്ല പോകെന്നു വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കളന്നേരമോർത്താൽ ഫലമില്ല മന്നവാ. രാമശരമേറ്റു മൃത്യു വരും നേരമാമയമുള്ളിലെനിക്കുണ്ടതുകൊണ്ടു നേരെ പറഞ്ഞു തരുന്നതു ഞാനിനി താരാർമകളെ കൊടുക്ക വൈകീടാതെ. വീണ്ടും വീണ്ടും വിഭീഷണൻ രാവണനോട് അപേക്ഷിക്കുകയാണ്. മൈഥിലിയെ തിരിച്ചു നൽകണം. രാമനോട് ഒരു യുദ്ധത്തിന് നീ നിൽക്കരുത്. യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടനർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മനസ്സേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ. മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും. ശ്രീരാമനോടു കലഹം തുടങ്ങിയാലാരും ശരണമില്ലെന്നതറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളെന്നതുമോർക്ക നീ. രാക്ഷസരാജ ജയിക്ക ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോടു പിണങ്ങൊല. വേണ്ട രാവണ, പരമേശ്വരനായ ശ്രീരാമനോട് പിണങ്ങുന്നത് നിനക്ക് ഒന്നുകൊണ്ടും നല്ലതല്ല. നീ ഈ ശ്രമം ഉപേക്ഷിക്കണം എന്ന് വിഭീഷണൻ വീണ്ടും വീണ്ടും ജ്യേഷ്ഠനോട് പറയുകയാണ്. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികെ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യുവരുത്തും അവരെന്നു നിർണയം. അകലെയുള്ള ശത്രുക്കളെക്കാൾ അപകടം മിത്രമാണെന്ന് നടിച്ച് നമ്മോടൊപ്പം നിന്ന് നമ്മെ തെറ്റിലേക്ക് നയിക്കുന്നവരാണ് രാവണ. നീ തെറ്റ് ചെയ്യുന്നവരാൽ നയിക്കപ്പെടുന്നവരാണ്. അത് തിരിച്ചറിഞ്ഞേ പറ്റൂ എന്ന് വീണ്ടും വിഭീഷണൻ പറയുകയാണ്. രാവണൻ കോപിഷ്ഠനാവുകയാണ്. ഇത്തരമെന്നോടു ചൊല്ലുകിലാശു നീ വധ്യനെന്നാൽ അതിനില്ല സംശയം. രാത്രിഞ്ചരാധിപനിത്തരം ചൊന്നളവോർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ. മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളും ഏൽക്കയില്ലേതുമേ. പോരും ഇവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം. ശ്രീരാമദേവ പാദാംഭോജമെന്നി മറ്റാരും ശരണമെനിക്കില്ല കേവലം.
ചെന്നു തൃക്കാൽക്കൽ വീണന്തികെ സന്തതം നിന്നു സേവിച്ചുകൊൾവൻ ജന്മമുള്ള നാൾ. ഇനി ദുഷ്ടനോടൊപ്പം ഇവിടെ കഴിയുന്നതിലും ഭേദം രാമസമീപം ചെല്ലുന്നതാണ് എന്ന തീരുമാനത്തിലേക്ക് വിഭീഷണൻ എത്തിച്ചേരുകയാണ്. രാവണൻ തൻ നിയോഗേന വിഭീഷണൻ ദേവദേവേശ പാദാബ്ജ സേവാർത്ഥമായി ശോകം വിനാ നാലമാത്യരുമായുടൻ ആകാശമാർഗേ ഗമിച്ചാൻ അതിദ്രുതം. ശ്രീരാമദേവനിരുന്നരുളുന്നതിന്നേരെ മുകളിൽ നിന്നുച്ചൈസ്തരമവൻ വ്യക്തവർണ്ണേന ചൊല്ലിയിടിനാൻ എത്രയും ഭക്തി വിനയ വിശുദ്ധ സ്മതിസ്ഫുടം. രാമ രമാരമണ ത്രിലോകീപതേ സ്വാമിൻ ജയ ജയനാഥ ജയ ജയ രാജീവനേത്ര മുകുന്ദ ജയ ജയ രാജശിഖാമണി സീതാപതേ ജയ. രാവണൻ തന്നുടെ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിടകൊണ്ടേൻ ദയാനിധേ ആംനായ മൂർത്തേ രഘുപതേ ശ്രീപതേ. നാംനാ വിഭീഷണൻ ത്വൽഭക്ത സേവകൻ. ദേവിയെ കട്ടതനുചിതം നീ എന്നു രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിയേൻ. ദേവിയെ ശ്രീരാമനായിക്കൊണ്ടു നൽകുകെന്നാവോളമേറ്റം പറഞ്ഞേൻ പലതരം. വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചിതജ്ഞാനിയാകയാൽ ഏറ്റതില്ലേതുമേ. പഥ്യമായുള്ളതു ചൊല്ലിയതേറ്റം അപഥ്യമായി വന്നിതവന് വിധിവശാൽ വാളുമായി എന്നെ വധിപ്പാനടുത്തിതു കാളഭുജംഗവേഗേന ലങ്കേശ്വരൻ. മൃത്യുഭയത്താൽ അടിയനുമെത്രയും ചിതാകുലതയാ പറഞ്ഞു പാഞ്ഞിങ്ങിഹ നാലു അമാത്യന്മാരുമായി വിടകൊണ്ടേനാർ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. ജന്മമരണമോക്ഷാർത്ഥം ഭവച്ചരണാംബുജം മേ ശരണം കരുണാംബുധേ. ഇത്തം വിഭീഷണവാക്യങ്ങൾ കേട്ടളവുദ്ധായ സുഗ്രീവനും പറഞ്ഞിടിനാൻ. വിശ്വേശ രാക്ഷസൻ മായാവി എത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം. പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നുടെ സോദരൻ വിക്രമമുള്ളവൻ. ആയുധപാണിയായി വന്നാൻ അമാത്യരും മായാവിശാരദന്മാരെന്നു നിർണയം. ഛിദ്രം കുറഞ്ഞൊന്നു കാൺകിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ. ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്തവ്യനിന്നിൽ ഇവനൊരു സംശയം. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നതുത്തമമാകുന്നതെന്നതോർക്കേണമേ. അന്നേരമുത്ഥായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണനുത്തമനെത്രയും. വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നെന്നുടെ മതം. നക്തഞ്ചരാന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളേവരുമെന്നു വന്നിടുമോ. നല്ലവരുണ്ടാം അവരിലുമെന്നുള്ളതെല്ലാവരും നിരൂപിച്ചുകൊള്ളേണമേ. ജാതിനാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ഒരാൾ രാക്ഷസകുലത്തിൽ ജനിച്ചതുകൊണ്ട് അയാൾ തിന്മയുടെ പ്രതിരൂപമാകണമെന്നില്ലല്ലോ. അവരുടെ ഇടയിലും നന്മയുള്ള ആളുകൾ ഉണ്ടായിരിക്കും. നാം കാണുന്നതെല്ലാം
കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം അതേപടി വിശ്വസനീയമാവണമെന്നില്ല. അതുകൊണ്ട് വിഭീഷണനെ വിശ്വസിക്കുന്നതാണ് നല്ലത് എന്ന ഒരു നിർദ്ദേശമാണ് വായുധനേനായ ഹനുമാനും മുന്നോട്ട് വയ്ക്കുന്നത്. മാരുതി ചൊന്നതുപപന്നമെത്രയും വീര വിഭാകരപുത്ര വരികെടോ, ഞാൻ പറയുന്നതു കേൾപ്പിനെല്ലാവരും ജാമ്പവതാദി നീതിജ്ഞവരന്മാരെ. ഉർവീശനായാൽ അവനാശ്രിതന്മാരെ സർവശൂരക്ഷേച്ചു നശ്വപജാനപി. രക്ഷിയാഞ്ഞാലവൻ ബ്രഹ്മഹാ കേവലം രക്ഷിതാവശ്വമേധം ചെയ്ത പുണ്യവാൻ എന്നു ചൊല്ലുന്നിതു വേദശാസ്ത്രങ്ങളിൽ. പുണ്യപാപങ്ങളറിയരുതേതുമേ. എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവനെന്നും അഭയം കൊടുക്കുമതേയുള്ളു. പിന്നെ വിശേഷിച്ചുമൊന്നു കേട്ടിടുവിനെന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ. ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാനൊട്ടുമേ ദണ്ണമെനിക്കില്ല നിശ്ചയം. പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുതാ വന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ. വ്യഗ്രിയായി കേതുമിതു ചൊല്ലി മാനസേ സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക. എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമെന്നുമറിക നീ. രാമായണത്തെ സാധാരണ ജനങ്ങൾ ഇത്രത്തോളം നെഞ്ചേറ്റുന്നത് എന്തുകൊണ്ടാണ്? ഭക്തിയോടെ രാമായണം പാരായണം ചെയ്യുമ്പോൾ, രാമനെ മനസ്സുകൊണ്ട് വന്ദിക്കുമ്പോൾ, രാമൻ തന്നെയായി പരിണമിക്കപ്പെടുമ്പോൾ എന്തു സംഭവിക്കുന്നു? രാമൻ പറയുന്നത് പോലെ രാമൻ അവരെ അങ്ങ് ഏറ്റെടുക്കുന്നു. എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാനെന്നും അഭയം കൊടുക്കും അതിദ്രുതം. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമെന്നുമറിക നീ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികെ വീണു സാഷ്ടാംഗമാരൂഢമോദം നമസ്കരിച്ചിടിനാൻ. രാമം വിശാലാക്ഷമിന്ദീവരദളശ്യാമളം കോമളം ബാണധനുർധരം സോമബിംബാഭപ്രസന്ന മുഖാംബുജം കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലക്ഷണം ശാന്തം ശരണ്യം വരണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യ കപികുലസേവിതം രാഘവം കണ്ടു കൂപ്പിത്തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൻ. ശ്രീരാമ സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസവംശവിനാശന ശ്രീരാമപാദാംബുജം നമസ്തേ സദാ. ചണ്ഡാംശുഗോത്രോത്ഭവായ നമോ നമ ചണ്ഡകോദണ്ഡധരായ നമോ നമ പണ്ഡിത ഹൃൽപുണ്ടരീകചണ്ഡാംശവേ ഖണ്ഡപരശുപ്രിയായ നമോ നമ രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്തവേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമ
വിശ്വോത്ഭവസ്ഥിതി സംഹാരഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമ നിത്യമനാദിഗൃഹസ്ഥായ തേ നമോ നിത്യായ സത്യായ ശുദ്ധായ തേ നമഃ. ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമ വിശ്വേശനാം നിന്തിരുവടിതാനല്ലോ വിശ്വോത്ഭവസ്ഥിതി സംഹാരകാരണം സന്തതം ജംഗമാജംഗമ ഭൂതങ്ങൾ അന്തർബഹിർവ്യാപ്തനാകുന്നതും ഭവാൻ നിൻ മഹാമായയാ മൂടിക്കിടക്കുമാ നിർമ്മലമം പരബ്രഹ്മജ്ഞാനാദിനം തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങൾ ഉണ്ടായി വരുന്നിതും അത്ര നാളേക്കും ജഗത്തൊക്കവേ ബലാൽ സത്യമായി തോന്നും അതിനില്ല സംശയം എത്ര നാളേക്കറിയാതെ ഇരിക്കും നിതദ്വയമാം പരബ്രഹ്മം സനാതനം. പുത്രധാരാദി വിഷയങ്ങളിൽ അതിശക്തി കലർന്നു രമിക്കും നിതന്വഹം ആത്മാവിനെ അറിയായികയാൽ നിർണയമാത്മനി കാണേണമാത്മാനമാത്മന ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയും ഓർത്താലൊടുക്കുമനാത്മന ആദികാലേ സുഖമെന്നു തോന്നിക്കുമതേതും വിവേകമില്ലാതവർ മാനസേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വെച്ചതിസ്ഥൂലനും ഭവാൻ നൂനമണുവിങ്കൽ നിന്നണിയാൻ ഭവാൻ മാനമില്ലാത മഹത്തത്വവും ഭവാൻ സർവലോകാനാം പിതാവായതും ഭവാൻ സർവലോകേശ മാതാവായതും ഭവാൻ സർവദാ സർവധാതാവായതും ഭവാൻ ദർവീകരേന്ദ്രശയന ദയാനിധേ. ഇങ്ങനെ രാമനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന വിഭീഷണനെ പുണർന്നുകൊണ്ട് സുഗ്രീവൻ പറയുകയാണ്. പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിനാൻ പാരേഴു രണ്ടിനും നാഥനായി വാഴുമീ ശ്രീരാമകിങ്കനന്മാരിൽ മുഖ്യൻ ഭവാൻ രാവണ നിഗ്രഹത്തിനു സഹായവുമാവോളമാശു ചെയ്യണം ഭവാനിനി. കേവലം ഞങ്ങളും മുന്നടക്കുന്നുണ്ടു സേവയാ സിദ്ധിക്കുമേറ്റമനുഗ്രഹം സുഗ്രീവവാക്യമാകർണ്യ വിഭീഷണനഗ്രേ ചിരിച്ചവനോടു ചൊല്ലിനാൻ സാക്ഷാൽ ജഗന്മയനാമഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ എന്തു സഹായേന കാര്യമവിടേക്കു ബന്ധു ശത്രുക്കളും ഉള്ളെന്നതുമില്ല കേൾ. ഗൂഢസ്ഥൻ ആനന്ദപൂർണനേകാത്മകൻ കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലടോ മൂഢത്വമത്രേ നമുക്കു തോന്നുന്നതു ഗൂഢത്രിഗുണഭാവേന മായാബലാൽ. തദ്വശന്മാരൊക്കെ നാം എന്നറിഞ്ഞുകൊണ്ടദ്വയഭാവേന സേവിച്ചുകൊള്ളുക നാം നക്തഞ്ചരപ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ഭാനുജനും തെളിഞ്ഞിടിനാൻ. രാമന് വേണ്ട സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം എന്ന് സുഗ്രീവൻ വിഭീഷണനോട് പറഞ്ഞപ്പോൾ രാക്ഷസനായ വിഭീഷണൻ പറയുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഭഗവാന് നമ്മൾ എന്ത് സഹായമാണ് ചെയ്തു കൊടുക്കേണ്ടുന്നത്? ഭഗവാനാണല്ലോ ഈ ലോകത്തെ മുഴുവൻ ചമച്ചിരിക്കുന്നതും ഈ ലോകത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നടപ്പാക്കുകയും ചെയ്യുന്നത്. പക്ഷേ ലോകോക്തിക്ക് വേണ്ടി, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, നമ്മുടെ തന്നെ മനസ്സിൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മറുപടി പറയുകയാണ്. ഇനി ശുഗബന്ധനമാണ്. രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുഗനാം നിശാചരൻ പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിയിടിനാൻ മർക്കടരാജനാം സുഗ്രീവനോടിതം. രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്ക നീ ഭാസ്കരസൂനോ
പരാക്രമവാരിധേ ഭാനുതനയനാം ഭാഗതേയാംബുധേ വാനരരാജമഹാകുലസംഭവ ആതിഥേയേന്ദ്രസുതാനുജനാകയാൽ ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം. നിന്നോടു വൈരമെനിക്കേതുമില്ല, മറ്റൊന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ. നിന്നോടു വൈരമെനിക്കേതുമില്ല, മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ. രാജകുമാരനാം രാമഭാര്യാമഹം വ്യാജേന കൊണ്ടുപോന്നേനതിനെന്തുതേ. മർക്കടസേനയോടും അതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്കു പോയിക്കൊള്ളുക നീ. ദേവാദികളാലും അപ്രാപ്യമായൊന്നു കേവലമിന്നുടേ ലങ്കാപുരമെടോ. അല്പസാരന്മാർ മനുഷ്യരെ എത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തോന്നു കാട്ടുന്നിതെന്നോടിവിടെ വന്നന്ധകാരം നിനച്ചിടായിക നീ വൃഥാ. ഇത്തം ശുകോക്തികൾ കേട്ടു കപികുലമുത്തായ ചാടിപ്പിടിച്ചാരതിദ്രുതം മുഷ്ടിപ്രഹരങ്ങളേറ്റു ശുകൻ അതിക്ലിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിനാർ. രാമ രാമ പ്രഭോ കാരുണ്യവാരിധേ രാമ നാഥ പരിത്രാഹി രഘുപതേ. ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥ, ധർമ്മത്തെ രക്ഷിച്ചുകൊള്ളേണമേ. വാനരന്മാരെ നിവാരണം ചെയ്താശു മാനവവീരാ ഹതോഹം പ്രപാഹിമം. ഇത്തം ശുകപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാൻ അന്നേരമാനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുകൻ തഥാ. ചൊല്ലിനാൻ സുഗ്രീവനോട് ഞാൻ എന്തോന്നു ചൊല്ലേണ്ടതങ്ങു ദശഗ്രീവനോടതു ചൊല്ലിയിടുകെന്നതു കേട്ടു സുഗ്രീവനും ചൊല്ലിനാനാശു ശുകനോടു സത്വരം. ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനെയും കൊല്ലണമാശു സപുത്രബലാന്വിതം. ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടീടിന ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകണമെനിക്കു കിഷ്കിന്ധയിൽ. രണ്ടില്ലതിനെന്നു ചെന്നു ചൊല്ലിയിടു നീ. അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവർക്കാന്വയോത്ഭവൻ താനുമരുൾ ചെയ്തു. വാനരന്മാരെ ശുകനെ ബന്ധിച്ചുകൊണ്ടൂനമൊഴിഞ്ഞങ്ങു കാത്തുകൊണ്ടിടുവിൻ. ഞാനുര ചെയ്തേ അയക്കാവിതെന്നതും ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ. വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കാത്തുകൊണ്ടിടിനാർ. ശാർദൂല വിക്രമം പൂണ്ട കപികുലം ശാർദൂലനായ നിശാചരൻ വന്നു കണ്ടാർത്തനായി രാവണനോടു ചൊല്ലിയിടിനാൻ. വാർത്തകൾ ഉള്ളവണ്ണമതു കേട്ടൊരു രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താന്വിതം ചീർത്ത ഖേദത്തോടു ദീർഘമായേറ്റവും വീർത്തുപായങ്ങൾ കാണാഞ്ഞിരുന്നിടിനാൻ. ദൂതനെ അയച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു രാവണൻ. പക്ഷേ രാവണൻ്റെ പദ്ധതികളൊന്നും നടക്കുന്നതായി നമുക്ക് തോന്നുന്നില്ല. രാമായണം പറയുന്നത് തിന്മ ചെയ്യുന്നവർ എപ്പോഴും ഒരു തിന്മയിൽ നിന്ന് മറ്റൊരു തിന്മയിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും. അത് അപകടത്തിലേക്കുള്ള യാത്രയാണ്. രാവണൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. അതെ, സമയമുണ്ടോ? എന്നാൽ പിന്നെ അവിടെ ശ്രമിക്കാം. 30 എന്നാൽ അവിടെ മതി. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.